നിനക്കൊരു കാര്യം അറിയോ? ഈ ലോകത്തെ ഏറ്റവും അടിപൊളി ഫീൽ എന്താണെന്ന്? അത് പ്രണയമാണ്. അതിപ്പോൾ നിനക്ക് ആരോടെങ്കിലും തോന്നിയാ അങ്ങ് തുറന്നു പറഞ്ഞേക്കണം, പിന്നത്തേക്ക് വെച്ചേക്കില്ല. പിന്നൊരു കാര്യമുണ്ട്, നിനക്ക് ആ ടൈമിൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും കാണും ഇതേപോലെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്. അങ്ങനെ അത് എൻ്റെ ലൈഫിലും ഉണ്ടായി. അത് ഞാൻ കാരണം കൊണ്ടൊന്നുമല്ല, അത് അവൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രം. അത് വേണോ? അത് ശരിയാവൂ? പറയടാ, എന്തെങ്കിലും ഒന്ന് പറയടാ, എന്തെങ്കിലും ഒന്ന് പറ. നീ എടാ, എനിക്ക് ആലോചിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ലടാ. നീ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാടാ. എത്ര നേരം കൊണ്ട് നിന്നോട് ചോദിക്കുവാടാ, എന്തുവാടാ ഇത്? എടാ, നീ ഇങ്ങനെ കടക്കാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാടാ. ഞാൻ കുറെ നേരം കൊണ്ട് നിന്നോട് ചോദിക്കുവായിരുന്നു. ഇത് കുറെ നേരമായല്ലോ, നീ ഇതിനെ പേടിക്കുന്നേ? നീയോട് തമ്മിൽ നേരത്തെ അറിയുന്നില്ല പറഞ്ഞു, നിങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. എന്നാ പിന്നെ നിനക്ക് അവരോട് ഒന്ന് പറഞ്ഞൂടെ? ഓ, എന്നാലും നിനക്ക് എന്നെ അറിയാലോ, എനിക്കത് സെറ്റ് ആവത്തില്ല. വെറുതെ എന്തിനെ? എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാവരും പറയും ഈ പ്രണയം ഭയങ്കര ക്ലീശയാണ്, പക്ഷേ സത്യം പറഞ്ഞ ഭയങ്കര ഫീലാണ്. ആ ഫീൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ അമ്മ നമ്മളോട് പറയാറില്ല, ഈ ലോകത്ത് എത്രയോ ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ട്, അവരവരുടെ വിഷമങ്ങളും ഫീലിങ്സും ഒക്കെ ഉള്ളിൽ തന്നെ നോക്കും. പക്ഷെ ചില ആൾക്കാരുണ്ട്, അറ്റ് ദ റൈറ്റ് ടൈം സഡനായിട്ട് നമ്മളുടെ ജീവിതത്തിലോട്ടാണ് കയറുന്നത്. എന്നിട്ട് നമ്മുടെ ലൈഫിനെ തന്നെ കളറാക്കും. വളരെ കുറച്ച് പേർക്ക് കിട്ടുന്ന ഭാഗ്യവും അറ്റ് ദ റൈറ്റ് ടൈം റൈറ്റ് പേഴ്സൺ. പിന്നൊരു കാര്യമുണ്ട്, നീ അവനോട് ഇഷ്ടമെന്ന് പറയുന്ന ദിവസമില്ല, അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ ഫീൽ എന്താണ്. അന്ന് നീ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ധൈര്യം ഒറ്റൊരുത്തൻ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ ഇഷ്ടം ഞാൻ അവളോട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പം ഭയങ്കര ഹാപ്പിയാവും പറഞ്ഞിട്ട്. അതിപ്പോൾ എങ്ങനെയാ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ സത്യത്തിൽ ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇതായിരിക്കും പറയുന്നത്, ദ വേ വി ചൂസ് അവർ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം. സത്യം പറയാലോ, നീ പറഞ്ഞത് കൂട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇനി ഞാൻ എന്നും നിന്റെ കൂടെ കാണും.
ദേ ഈ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്ന ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ്സിലൊന്ന്. നമുക്ക് ആ ടൈമിൽ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പോലും നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് അടിപൊളിയാ മോനെ. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അങ്ങ് പോയി പറഞ്ഞേക്കണം, പിന്നത്തേക്കൊന്നും വെച്ചേക്കില്ല. എന്തായാലും എൻ്റെ ഇവൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല, ഇനി എത്ര കഥ കിടക്കുന്നു.